ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഭാര്യമാരുണ്ട് നബിതങ്ങൾക്ക്. ആ ഭാര്യമാരുടെ കൂടെ നബിതങ്ങൾ കഴിഞ്ഞ ജീവിതം വളരെ മനോഹരമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ഭാര്യമാർ അവര് ആർഭാടങ്ങൾ അനുഭവിച്ചവരല്ല. വീടിന്റെ വലിയ വലിയ സൗകര്യങ്ങൾ മണിമാളികകൾ ഉണ്ടായവരല്ല. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു ബൈത്തുൻ നുബുവയിൽ വളർന്നു വന്ന മഹാനാണ്. മദീനയിൽ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റുന്നപ്പോ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ കൈകൊണ്ട് തൊടുമ്പോൾ ഹബീബിന്റെ വീടിന്റെ മേൽക്കൂര എനിക്ക് തൊടാൻ പറ്റുമായിരുന്നു. ആ വീടിന്റെ ഉള്ളിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളർന്നത്. അവിടെയാണ് സുഫിയ ബിൻത് ഹുയയ് ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ഗോത്ര നേതാവിന്റെ തറവാടിത്തമുള്ള മകൾ സുഫിയ റളിയല്ലാഹു അൻഹ, സുഫിയ ബിൻത് ഹുയയ് അവരെ വളർന്നത് ആ ഒരു കൊച്ചു വീട്ടിലാണ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ വളർന്നത്, സൈനബ് ബിൻത് ജഹ്ഷ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യ. അവിടെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരൊക്കെ വളർന്നത് സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടല്ല, പക്ഷേ അള്ളാഹു അവിടെ സന്തോഷം നൽകി. അള്ളാഹു അവർക്ക് റാഹത്ത് കൊടുത്തു. കാരണം എന്തെന്നറിയോ? പെണ്ണുങ്ങളെ പോലെ നമ്മുടെ സഹോദരിമാരെ പോലെ ഭർത്താക്കന്മാരോട് കഴിയാത്തത് അവർ ചോദിച്ചിട്ടില്ല. അവർക്ക് അതുണ്ടല്ലോ, നമുക്കിതില്ലല്ലോ. അവരുടെ വീട് അത്ര വലുപ്പുണ്ട്, നമ്മുടെ അത്ര സൗകര്യമില്ലല്ലോ. ഇത് പറഞ്ഞവരല്ല അവര്. നബിയേ ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه. മറ്റുള്ളവർക്ക് അല്ലാഹു നൽകുന്നത് നിങ്ങൾ നോക്കിക്കാണണ്ട. അവർക്ക് അത്രയുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ. അവർക്കതുണ്ട്, എനിക്കതില്ലല്ലോ. ഈ കുറ്റം കുറവും പറയല്ലേ. അള്ളാഹുവിന്റെ ആജ്ഞയാൻ. എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖസംനാ ബൈനഹും. നാം അവർക്ക് ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് സുഖ്റഫ്. എന്ത്? മഈശതഹും. ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമായത് അള്ളാഹു ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. ഒരുത്തന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ സൗകര്യം, ഇതില്ലാത്തവരില്ലേ? ഉള്ളതിൽ ഏറ്റ വ്യത്യാസങ്ങളില്ലേ? അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് അസൂയ വെക്കണ്ട. അവരിലേക്ക് കണ്ണുയർത്തി നോക്കി കൊതിയോടുകൂടെ നോക്കണ്ട, ദുരാഗ്രഹത്തോടുകൂടെ നോക്കണ്ട. അള്ളാഹു നിങ്ങൾക്ക് ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. മഈശതഹും, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഓരോന്നും. അതിന്റെ ശേഷം അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? وَرَفَعْنَا بَعْضَهُمْ فَوْقَ بَعْضٍ دَرَجَاتٍ. നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാളും അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ചില ഉയർച്ച കൊടുത്തിട്ടുണ്ട്. അവന്റെ അത്ര നിങ്ങൾക്കില്ല, നിങ്ങളുടെ അത്ര മറ്റൊരാൾക്കില്ല. നിങ്ങൾക്കിടയിൽ വ്യത്യാസം വെച്ചതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് മത്സരിക്കാൻ നടക്കണ്ട. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഓഹരി വെച്ച് തന്നത് അള്ളാഹുവാണ്. ആ ഓഹരിയിൽ ഏറ്റ വ്യത്യാസം വരുത്തിയതും അള്ളാഹുവാണ്. വാടക വീടുള്ളവനുണ്ട്, 5 സെന്റ് ഭൂമി ഇല്ലാത്തവനുണ്ട്, വാടക വീട്ടിന് വാടക കൊടുക്കാൻ പറ്റാത്തവനുണ്ട്, മണിമാളിക ഉള്ളവനുണ്ട്, ഏക്കർ കണക്കിൽ ഭൂമിയിൽ ഒരു വീട് വെക്കുന്നവരുണ്ട്, 2 സെന്റിൽ ഭൂമി വെച്ചവനുണ്ട്, 4 സെന്റിൽ ഭൂമിയുള്ളവനുണ്ട്. ഇങ്ങനെയൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതും അള്ളാഹുവാണ്. അള്ളാഹു ചെയ്ത പണിയാണത്. നിങ്ങളതിൽ അസൂയയോടുകൂടെ നോക്കല്ലേ. നിങ്ങൾക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, നിങ്ങൾക്ക് തരാത്തതിനെ കുറിച്ച് ചോദ്യമില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് അത്രയുണ്ട്, ഇവൾക്ക് ഇത്രയുണ്ട്, ഇതൊന്നും പറയല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ. എനിക്ക് നരകം അല്ലാഹു കാണിച്ചു തന്നു എന്ന റസൂലുള്ളാഹ്. ഫറഅയ്തു അക്സറ അഹ്ലിഹ നിസാ. ഞാൻ അവിടെ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളെയാണ്. അവര് ചോദിച്ചു, നബിയേ, ഞങ്ങൾ അവിടെ കൂടുതലാവാൻ കാരണം എന്താണ്? എന്തേ ഞങ്ങൾ കൂടാൻ കാരണം? 2 കാരണങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരല്ലോ. പെണ്ണുങ്ങൾ ശപിക്കുന്ന വാക്കുകൾ പറയും, ശാപത്തിന്റെ വാക്കുകൾ പറയും. ലക്ഷണം കെട്ടത്, കുരുത്തം കെട്ടത് എന്നൊക്കെ ധാരാളം പറയുന്നവര് പെണ്ണുങ്ങളാണ്.
ഇവിടുത്തെ തിരുനാവായിലെ പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിബിധങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖം പെണ്ണുങ്ങൾക്കുണ്ട്. ശാപം വർദ്ധിപ്പിക്കുന്നവരാണ് നിങ്ങൾ, അത് കാരണം നരകത്തിൽ നിങ്ങൾ കൂടുതലാവുന്നുണ്ട്. രണ്ടാമത്തെ കാരണം നിങ്ങളുടെ കുടുംബനാഥനെ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരാണ് നിങ്ങൾ. അവർ ചോദിച്ചു, നബിയെ, എന്ത് നന്ദികേടാണ് ഞങ്ങൾ ഭർത്താക്കന്മാരോട് ചെയ്യാറുള്ളത്? അപ്പൊ തങ്ങൾ പറഞ്ഞു കൊടുത്തു, കാലം മുഴുവനും നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആവശ്യങ്ങളല്ലാതെ മറ്റൊന്നും നിർവഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു തന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് ചെയ്തു വെച്ച എല്ലാ നന്മകളും നിങ്ങൾ മറന്നുപോയിട്ട് ഒരു നേരത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞ കാലത്ത് ചെയ്ത സർവ്വ നന്മകളും മറന്നുപോയി നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ട് അങ്ങനെ? ഒരു പെരുന്നാൾക്ക് സാരി വാങ്ങിച്ചില്ലെങ്കിൽ, വെറുതെ വാങ്ങിച്ചു കൊടുത്തില്ല, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരൂല. എത്രയോ കാലം വാങ്ങിച്ചു കൊടുത്തതൊക്കെ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോ, ജീവിതം എന്നത് സീരിയലല്ല, സിനിമയല്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം സഹിക്കേണ്ടി വരും. ഉള്ളപ്പോ ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. അങ്ങനെയൊക്കെ ജീവിക്കാൻ സന്നദ്ധയാണ് എന്ന് വാക്ക് കൊടുക്കുന്നതാണ് നിക്കാഹ്. എന്നിട്ട് ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയത്, അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എത്രയോ പ്രവാസികളായ സുഹൃത്തുക്കള്, എത്രയോ കാലം ഗൾഫിൽ ജോലി ചെയ്ത് ഒരുപാട് അധ്വാനത്തിന്റെ ഫലം വീട്ടിലേക്ക്, നാട്ടിലേക്ക് അയച്ചു കൊടുത്ത്, എല്ലാം അവർക്ക് ആവശ്യങ്ങൾക്കൊത്ത് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചവരെ വളർത്തിക്കൊണ്ടുവരുമ്പോ, വീട്ടിലേക്ക് പത്രം കൊണ്ടുവരുന്ന പയ്യൻ, സ്ഥിരമായി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരനോ വണ്ടിക്കാരനോ ബസ് ഡ്രൈവറോ ക്ലീനറോ അല്ലേ, വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വിൽക്കാൻ വരുന്നവര്, ലൈഫ് ഇൻഷുറൻസിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്നവര്, ഉണ്ടിപ്പണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് റൂമിന്റെ മൂലയിൽ കയറിയിരിക്കുന്ന കള്ളന്മാർ, ഇവരോടൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് ഇങ്ങനെ ഒരു നേരത്തെ ഒരു ദിവസത്തെ പരിചയപ്പെടലിന്റെ ഫലമായി ഒരുപാട് നൂറുകണക്കിന് നന്മകൾ ചെയ്ത ഭർത്താവിനെ ഇട്ടേ ചോടിപ്പോകുന്ന സഹോദരിമാരെ, ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ ഇവിടെ പുലരുന്നത്? എന്തിനെ ചാടിപ്പോയത്, എന്തിനെ നീ ഈ ഗുരുതക്കേട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, കോടതിയുടെ മുമ്പിൽ വന്നിട്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ അവൾ ഓടിപ്പോയ ചെറുക്കന്റെ കൂടെ വന്ന് ജഡ്ജിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ, ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ റാഹത്തും ഒരു സന്തോഷവും, ഇയാൾ പറയുന്ന തമാശ എനിക്ക് ഇഷ്ടമാണ്. ആരെ പറഞ്ഞെന്നറിയോ? 19-20 വയസ്സുള്ള പെൺകുട്ടികൾ, കല്യാണം കഴിയാത്ത കുട്ടികൾ വരെ പറഞ്ഞു, എന്ത്, ഇയാളുടെ തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പോവാണ്. ആരുടെ കൂടെ? കണ്ട ജാതിക്കാരന്റെ കൂടെ. ആരോടായി പറഞ്ഞത്? സ്വന്തം ഉമ്മയോട്, വാപ്പയോട്. കയ്യിലെടുത്ത് മാസങ്ങളോളം നടക്കാൻ പറ്റാത്ത ഈ കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട്, ഉറങ്ങാൻ കഴിയാതെ ഉമ്മ തോളിൽ വെച്ച് നേരം പുലരുന്നവരെ താരാട്ടുപാടിക്കൊടുത്ത കുഞ്ഞാണിത് അല്ലേ? എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞ്, ഒരുപാട് ഉമ്മകൾ കൊടുത്ത് വളർത്തിയ ഉമ്മയും അപ്പയും, മദ്രസയിലാകുന്നവരെ, സ്കൂളിലേക്കാക്കുന്നവരെ ഒരുപാട് താലോലിച്ച് കളിപ്പിച്ച് അതിന്റെ ശേഷവും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് ഉമ്മ വെച്ച് ഒരുപാട് ചിരിയും തമാശയും ഒക്കെ കിട്ടിയിട്ട് അവസാനം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചിരിയിൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ, ഒരു വോയിസ് മെസ്സേജിൽ, ഒരു വീഡിയോ മെസ്സേജിൽ ഒക്കെ പെട്ടുപോയിട്ട് അവൾ പറയാണ്, എനിക്ക് ഇതിഷ്ടമായി. മോളെ, നിനക്ക് വേണ്ടി 18 കൊല്ലം കഷ്ടപ്പെട്ട ഉമ്മയെ നീ മറന്നുവോ?
20 വയസ്സ് നിനക്കാകുന്നവരെ നിനക്ക് സന്തോഷം മാത്രം തന്ന വാപ്പയെ നീ മറന്നുപോയില്ലേ? നിന്റെ മുമ്പിൽ അങ്ങാടിയിലോ ബസ് സ്റ്റാൻഡിലോ നീ പഠിച്ച കോളേജിലോ നിന്റെ ക്ലാസ് റൂമിലോ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഓടുമ്പോ നീ എന്താ ഇവിടെ ചെയ്തത്? നിന്നോട് ഒരു നേരം ചിരിച്ചവനോട് 1 മാസം ചിരിച്ചു എന്ന് സങ്കല്പിക്കുക, 1 വർഷമെന്ന് സങ്കല്പിക്കുക. നീ ഈ പ്രായമെത്തുന്നവരെ നിന്നെ സന്തോഷം നൽകി നിന്നെ വളർത്തിയ മാതാപിതാക്കളെ മറന്നുപോയില്ലേ? എന്റെ ഉമ്മയും വാപ്പയും എനിക്ക് ഒരു നന്മയും ചെയ്തു തന്നില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്നത്? പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, ബുദ്ധിമോശം ചെയ്യല്ലേ. ശരീരത്തിന്റെ വികാരമൊക്കെ അടങ്ങും, ശരീരത്തിന്റെ ആരോഗ്യം തീർന്നാൽ ഇതൊന്നും വേണ്ട. ഒരു നേരം ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ ക്യാൻസറിന്റെയോ ട്യൂമറിന്റെയോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ എന്തെങ്കിലും മാരക രോഗം ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ, ചെറുപ്പക്കാരി നിന്റെ ആവേശം തീരും. നീ പിന്നെ മരണത്തിലേക്കാണ് എടുക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സന്തോഷം അവസാനിച്ചുവോ? നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ലാ ഖൈറ ഫീ ലദത്തിൻ മിൻ ബഅദിഹാ അന്നാറു تفنى اللذاذة ممن نال صفوتها من الحرام ويبقى العار والألم. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുമായിരുന്നു, സുഖങ്ങളൊക്കെ തീരും, അനുഭവിച്ചു പോയ സുഖങ്ങളൊക്കെ മതിമറന്നു പോകും, അതൊന്നും പിന്നെ ഓർമ്മ വരില്ല. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറക്കുകയില്ല, നമ്മൾ മറന്നാലും. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറന്നു പോകില്ല, നമ്മൾ മറന്നാലും. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുന്ന അള്ളാഹുവിന്റെ സ്ക്രൈബ്സ്, അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം എഴുതുന്ന മലക്കുകൾ മറന്നു പോകില്ലേ? അവര് മറന്നു പോവില്ല. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു, ഏതൊരു സുഖത്തിന്റെയും ശേഷം പിന്നെ നരകമാണെങ്കിൽ എന്തിനാണ് ആ സുഖം, എന്തിനാണ് ആനന്ദം? അതിന്റെ പിറകെ വരുന്നത് നരകമാണെങ്കിൽ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ശാപത്തിന്റെ വാക്കുകൾ പറയല്ലേ, ശപിക്കുന്ന വാക്കുകൾ പറയരുത്. മറ്റൊന്ന്, നന്ദികേട് ചെയ്യുന്ന വാക്കുകൾ പറയരുത്. നിങ്ങളെന്ന് ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല, ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് 100 കണക്കിന് സന്തോഷങ്ങൾ തന്നത് മറന്നുപോയി മറച്ചു പിടിച്ചുകൊണ്ട് പറയല്ലേ. അതിന്റെ പേരിൽ റഅയ്തു അക്തറ അഹ്ലിഹ നിസാ, അള്ളാഹുവിന്റെ നരകത്തിൽ ഒരുപാട് കിടക്കുന്നത് പെണ്ണുങ്ങളാണെന്ന് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നല്ല ഭാര്യയാവണം, നല്ല ഭർത്താവണം, നല്ല ഉമ്മയാവണം, നല്ല വാപ്പയാവണം, നല്ല മക്കളാവണം, നല്ല ആങ്ങളയാവണം, നല്ല പെങ്ങളാവണം. ഇതിനുള്ള വഴിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. എല്ലാം വ്യക്തമായി മനോഹരമായി പഠിപ്പിച്ചു തന്നുവല്ലോ. കുടുംബമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. വാപ്പ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, ഉമ്മ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, പെങ്ങളെ, ഭാര്യ, ആങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا إن الله كان عليكم رقيبا. 2 തവണ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കുട്ടിക്കളിയല്ല, ജീവിതം സീരിയസ് ആണ് എന്ന് കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇത് കളിക്കാമെന്ന ലോകമല്ല, അല്ലാഹു വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ പടച്ചുവിട്ടൊരു ലോകമാണ്. അതുകൊണ്ട് നമുക്ക് നന്നാവണം. അതിന്റെ വഴി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന്റെയും അവിടുത്തെ കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കൊന്ന് ഒരൽപ്പം എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കണം. സ്റ്റേജിലുള്ളവർ എഴുന്നേൽക്കണ്ട. ഇപ്പൊ ഏകദേശം 40 മിനിറ്റായി അല്ലെ? 40 മിനിറ്റായോ? അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവണമെന്നാണ്. പിന്നെ എഴുന്നേൽക്കുന്ന മുമ്പ് ഇതിലൊരു 2 സൗകര്യങ്ങളുണ്ട്. ഒന്ന്, മൂത്രമൊഴിക്കാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോകാം. മുങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൽക്ക് മുങ്ങും ചെയ്യാം. എല്ലാവരും എഴുന്നേൽക്കും.
അപ്പോ ആർക്കും വിഷമല്ലാതെ പോണ്ടവർക്കൊക്കെ പോകാനുള്ള സൗകര്യം കൂടിയാണ്. പല തിരക്കുള്ളവരൊക്കെ ഉണ്ടാവൂലേ, അതൊന്നും വിഷമല്ല. നിങ്ങൾ എല്ലാവരും പോയാലും കുഴപ്പമില്ല എന്നാ ഞാൻ മനസ്സിലായി. നല്ല മൈക്കാണ്. ഇവിടെ ജിന്നുകളും മലക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ ഓർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട്, എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പൊ തിരക്കുണ്ടായിട്ട് ഇടങ്ങേറായിട്ട് നിൽക്കും വേണ്ട, എന്തെങ്കിലുമൊക്കെ ആവശ്യം കണ്ട് നീങ്ങാനും പറ്റും. അപ്പോ 2 സ്വലാത്ത് ചൊല്ല. കാരണം കുറച്ച് നീളം പോകാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് നടന്ന് നീങ്ങാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാ, ഒന്നിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ യൂട്യൂബിൽ ലൈവായിട്ട് ഈ പരിപാടി വെള്ളി വെളിച്ചം യൂട്യൂബ് ചാനലിൽ ഇത് പോകുന്നുണ്ട്. ലൈവായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കും ഈ സദസ്സിൽ നിന്നുള്ള പുണ്യം അള്ളാഹു അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.